വയനാടിനെ കുറിച്ചല്ല, വയനാടും രാഹുൽ ഗാന്ധിയും പിന്നെ അമേഠിയും. അതാണ് എൻ്റെ വിഷയം. വർഷങ്ങളായി സ്വന്തം വീട്ടുകാരെ പോലെ നെഹ്റു കുടുംബത്തെ സ്നേഹിച്ച അമേഠിയിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധിയുടെ പരമ്പരകൾ പറ്റിക്കുകയായിരുന്നുവെന്ന് അമേഠിയിലെ ജനങ്ങൾക്ക് മനസ്സിലായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കാൻ വന്നതിന് ശേഷമാണ്. ആദ്യത്തെ അവസരത്തിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള 5 വർഷവും അവർ അമേഠിയിൽ താമസിച്ച് പ്രവർത്തിച്ചാണ് അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. 2019 തെരഞ്ഞെടുപ്പിൽ അതേ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു സ്മൃതി ഇറാനി. മത്സരിക്കും മുമ്പേ പരാജയം മണത്ത രാഹുൽ ഗാന്ധി അമേഠിക്കൊപ്പം വയനാട്ടിൽ മത്സരിച്ചാണ് ജയിച്ച് നാണക്കേട് ഒഴിവാക്കിയത്. വയനാട് ലോക്സഭാ മണ്ഡലം എന്നാൽ വയനാട് ജില്ല മാത്രമല്ല, കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ കൂടിച്ചേർന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത MI ഷാനവാസിന് പോലും 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്ത വയനാട് മണ്ഡലത്തിൽ ഏത് കുറ്റിച്ചൂല് നിന്നാലും ചിഹ്നം കൈപ്പത്തിയോ ലീഗിൻ്റെ കോണിയോ ആണെങ്കിൽ ജയിച്ചിരിക്കുമെന്നിരിക്കെ രാഹുലിൻ്റെ വയനാട് മണ്ഡലത്തിലെ ജയത്തിൽ ഒരു ADP അഥവാ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ആ പദ്ധതിയെക്കുറിച്ച് നരേന്ദ്രമോദി പറയുന്നത് തന്നെ മലയാളത്തിലൊന്ന് കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാം. ഈ രാജ്യത്ത് ഏറ്റവും മികച്ച 100 ജില്ലകൾ ഉണ്ടാക്കുന്ന ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങളോട് മത്സരിക്കുന്ന തരത്തിലേക്ക് അവിടെ വികസനം കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളാണ്. അത് ആര് ഭരിക്കുന്നു, BJP ഭരിക്കുന്നോ മറ്റേതെങ്കിലും പാർട്ടി ഭരിക്കുന്നോ എന്ന് നോക്കിയിട്ടല്ല, അവർ എന്നോട് സഹകരിക്കുന്നുണ്ട്. ഇന്ന് വിവിധ സൂചികകളിൽ രാജ്യത്തിൻ്റെ ശരാശരിയേക്കാൾ ഞങ്ങളാണ് മികച്ചത് എന്ന് പറയാൻ ഓരോ സംസ്ഥാനങ്ങളും മത്സരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് വളരേണ്ടത്. ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങൾ എന്ന് പരിഗണിച്ച് ഇകഴ്ത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാർ ഇത്തരം ഗ്രാമങ്ങളിൽ പോയി ആളുകളോടൊപ്പം താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അങ്ങനെയാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഭാരതത്തിൻ്റെ പൂർണ്ണമായ മാറ്റം. എൻ്റെ രാജ്യം വികസിക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും വികസിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു, എൻ്റെ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ, ആസ്പിറേഷണൽ ജില്ലകളെന്ന് മോദി പേരിട്ട് വിളിച്ചത് ഈ രാജ്യത്ത് വികസനം ഏറെക്കുറവുള്ള 112 ജില്ലകളെയാണ്. നീതി ആയോഗിന് കീഴിൽ 18 കേന്ദ്ര മന്ത്രാലയങ്ങൾ ഒന്നു ചേർന്ന് ആ ജില്ലകൾക്ക് വേണ്ട വികസനം കൊണ്ടുവരണം എന്നതാണ് മോദി സർക്കാരിൻ്റെ നിലപാടും പ്രവൃത്തിയും. അതിൻ്റെ ഭാഗമായി ഗുജറാത്തിലും ആദിവാസികൾക്ക് പ്രാമുഖ്യമുള്ള 2 ജില്ലകളുമുണ്ട്. കേരളത്തിൽ നിന്നും ആ പരിഗണന മോദി നൽകിയത് വയനാട് ജില്ലയ്ക്കാണ്. അതും 2018 വയനാടിനെ നരേന്ദ്രമോദിയുടെ നീതി ആയോഗ് തിരഞ്ഞെടുത്തത്. അതിന് രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല എന്നത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. തമിഴ്നാട്ടിലുമുണ്ട് 2 ജില്ലകൾ, വിരുദനഗറും രാമനാഥപുരവും. പ്രതിപക്ഷത്തെ പ്രധാന മുഖത്തിൻ്റെ മണ്ഡലമായിട്ടും രാഷ്ട്രീയം നോക്കാതെയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാടിനെ ആസ്പിറേഷണൽ ജില്ലയാക്കി നരേന്ദ്രമോദി പരിഗണിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ സഹായങ്ങൾ ആ ജില്ലയിലേക്ക് നൽകുന്നത്. മറ്റൊരു കാര്യം, വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽപ്പെടുന്ന പ്രദേശങ്ങൾ മോദി സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന മേഖലയ്ക്ക് പ്രത്യേക പദ്ധതികൾ നൽകുന്ന PMJVK എന്ന പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുന്ന മേഖലയാണ്. ഈ പ്രധാനപ്പെട്ട 2 കേന്ദ്ര പദ്ധതികളുടെ സഹായം ലഭിക്കുന്ന മണ്ഡലമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി മാത്രമാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയല്ല, ടി സിദ്ദിഖല്ല, CK ജാനുവല്ല, ഇനി ഞാനാണ് വയനാടിൻ്റെ ലോക്സഭാ പ്രതിനിധി എങ്കിൽ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വികസനം നടന്നെങ്കിലേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ചെയ്തു എന്ന് അവകാശപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ലിസ്റ്റ് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത് പറയുന്നത് ദേശീയപാത 766 ചുരം വികസനത്തിന് 248 കോടി 37 ലക്ഷം രൂപ അനുവദിച്ചതാണ്. രണ്ടാമത് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന് 50 ലക്ഷം രൂപ. പിന്നീട് ഗ്രാമീണ റോഡുകൾക്ക് 131 കോടി 52 ലക്ഷം രൂപ. പിന്നെ പറയുന്ന പ്രധാന പദ്ധതി CRIF റോഡുകൾക്ക് 145 കോടി രൂപ. പിന്നീട് CSR ഫണ്ടിൽ നിന്ന് വയനാട്ടിൽ 4 സ്മാർട്ട് അംഗനവാടികൾ. പിന്നീട് ടാറ്റയെ കൊണ്ടുവന്ന് വയനാട്ടിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കേന്ദ്രങ്ങൾ തുടങ്ങി. ഇതാണ് രാഹുൽ ഗാന്ധി പോലും ആകെ ചെയ്തതായി അവകാശപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ ചുരം വികസനത്തിന് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൊതുമരാമത്ത് മന്ത്രി ഗഡ്കരിയും നൽകിയതാണ് ആ പണം. രണ്ടാമത് അവകാശപ്പെടുന്ന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രങ്ങളും രാജ്യത്താകെയുള്ള എല്ലാ ജില്ലാ ആശുപത്രികൾക്കും നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച പദ്ധതി തന്നെയാണ്. മൂന്നാമത്തേത് ഗ്രാമീണ റോഡുകൾ. അതും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയാണെന്ന് അവരുടെ പോസ്റ്ററിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. നാലാമത്തെ അവകാശവാദം CRIF റോഡുകളെന്നാണ്.
അതെന്നാൽ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ്. 4 സ്മാർട്ട് അംഗനവാടികൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ CSR ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണെന്ന് സ്മൃതി ഇറാനി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റയെ രാഹുൽ ഗാന്ധിയല്ല, മോദി സർക്കാരിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയമാണ് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലാകെ 20 പ്രധാനമന്ത്രി കൗശല്യ വികാസ് കേന്ദ്രയും 880-ലധികം സബ് സെൻറ്ററുകളും കൊണ്ടുവന്നത് ആ മന്ത്രാലയത്തിൻ്റെ ഭാഗമാണ്. അതിൽ 54 എണ്ണം വയനാട്ടിലുണ്ട്. അതിലും രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകമായി അവകാശപ്പെടാൻ ഒന്നുമില്ല. സ്കിൽ ഡെവലപ്മെൻറ്റ് പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തത് താല്പര്യമുള്ളവർ കണ്ടു മനസ്സിലാക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ MP എന്ന നിലയിൽ കുറേയേറെ കത്തെഴുതിയെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയും ബഫർ സോൺ വിഷയത്തിലും നഞ്ചങ്കോട് റെയിൽപാതയ്ക്കുമൊക്കെ രാഹുൽ ഗാന്ധി കത്തെഴുതിയിട്ടുണ്ട്. എന്തിന്? കാട്ടാന വരാതെ നോക്കാനും പ്രളയത്തിൽപ്പെട്ടവർക്ക് സഹായം കൊടുക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും 4-5 കത്തെഴുതിയിട്ടുണ്ട് വയനാടിൻ്റെ MP രാഹുൽ ഗാന്ധി. രാജ്യത്തെ 112 ആസ്പിറേഷണൽ ജില്ലകളുടെ ലിസ്റ്റിലുണ്ടായിരുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നത് ചെയ്തില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീതി ആയോഗിൻ്റെ കീഴിൽ വിവിധ മന്ത്രാലയങ്ങൾ ഏകോപിപ്പിച്ച് ഓരോ ജില്ലയ്ക്കും വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും അത് എത്ര ശതമാനം ചെയ്തു തീർക്കണമെന്നും ഒരു ടാർഗറ്റ് കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഒരു മിടുക്കനായ MPക്ക് ഒരു ഫ്രാഞ്ചൈസി നടത്തിക്കൊണ്ടു പോകുന്ന ലാഘവത്തോടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയെടുത്തിരുന്നെങ്കിൽ തന്നെ ഈ 112 ജില്ലകളിൽ വയനാടിന് ഒന്നാമതെത്താമായിരുന്നു. ആസ്പിറേഷണൽ ജില്ലകളുടെ വികസനത്തിന് വേണ്ടി 6 വ്യത്യസ്ത മേഖലകളിലാണ് കേന്ദ്രം സഹായം നൽകുന്നത്. 1 ആരോഗ്യവും പോഷണവും, 2 വിദ്യാഭ്യാസം, 3 അടിസ്ഥാന സൗകര്യ വികസനം, 4 സാമ്പത്തികമായി ജനങ്ങളെ ശക്തിപ്പെടുത്തൽ, 5 സ്കിൽ ഡെവലപ്മെൻറ്റ്, 6 കാർഷിക മേഖലയിലെ പുരോഗതി. നീതി ആയോഗിൻ്റെ 2023 ലിസ്റ്റ് പ്രകാരം വയനാടിന് ആദ്യ 10 ഇടമുള്ളത് ആരോഗ്യം, കൃഷി, സാമ്പത്തിക മേഖലയിൽ ശക്തിപ്പെടുത്തൽ എന്നിവയിൽ മാത്രമാണ്. ജില്ലാ കളക്ടർ ലീഡ് ചെയ്യുന്ന ആസ്പിറേഷണൽ ജില്ലാ ടീമിന് ഈ 6 മേഖലയിലും ചെയ്യേണ്ടത് എന്തെന്നും അതിന് ചില ടാർഗറ്റുകളും നീതി ആയോഗ് കൊടുത്തിട്ടുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ മാത്രം ഈ ജില്ലകളിൽ വലിയ വികസനങ്ങൾ വരും. അതിന് ഒരു കൈസഹായം മാത്രമാണ് ഒരു MP ചെയ്യേണ്ടത്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിൽ പഴംപൊരിയും ജിലേബിയും തിന്നാൻ മാത്രം 11 തവണയും ഭാരത് ജോഡോ യാത്രയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി പിന്നീട് 4-5 തവണയും മാത്രം വയനാട്ടിൽ വന്ന രാഹുൽ ഗാന്ധിക്ക് അതിനൊക്കെ എവിടെയാണ് സമയം? ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായി വയനാടിന് വേണ്ടി ഒരു ചർച്ചയിൽ പങ്കെടുത്തത് സാക്ഷാൽ സ്മൃതി ഇറാനിയാണ്. ഇനി എന്തുകൊണ്ട് അമേഠി വിട്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഓടി ഒളിക്കേണ്ടി വന്നു എന്ന് സ്മൃതി ഇറാനി പറയുന്നത് കൂടി മലയാളത്തിൽ ഒന്ന് കേൾക്കൂ. 15 വർഷം ഇതേ രാഹുൽ ഗാന്ധിയുടെ സ്വന്തമായിരുന്ന അമേഠിയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിർമ്മിച്ചത് 1,09,000 വീടുകളാണ്. 4 ലക്ഷം കുടുംബങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായി അടച്ചുറപ്പുള്ള ടോയ്ലറ്റ് ലഭിച്ചത് കഴിഞ്ഞ 5 വർഷത്തിലാണ്. അമേഠിയിലെ 50 ലക്ഷം ജനങ്ങളിൽ കുറഞ്ഞത് 16 ലക്ഷം ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ചു നോക്കൂ. അമേഠിയിലെ 4 ലക്ഷം സ്ത്രീകൾക്ക് വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിൽ ജീവിക്കേണ്ടി വന്നിരുന്നു. അവർക്കിപ്പോൾ വൈദ്യുതി ഉണ്ട്. ആ സ്ത്രീകൾക്ക് ഗാന്ധി കുടുംബത്തോട് എത്ര ദേഷ്യമുണ്ടാവും? പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്ത് വിട്ടിരുന്ന ആ നാട്ടിലെ 3 ലക്ഷം കുടുംബങ്ങളിൽ കുടിക്കാൻ പൈപ്പുകളിൽ ശുദ്ധജലം ലഭിച്ചിരുന്നില്ല. അമേഠി ജില്ലയിൽ സ്വന്തം കളക്ടർ ഓഫീസിന് തറക്കല്ലിട്ടതും നിർമ്മാണം പൂർത്തിയാക്കിയതും അമിത് ഷാ ആണ്. അമേഠിയിലെ ആദ്യത്തെ CT സ്കാൻ മെഷീൻ മോദി ഗവൺമെൻറ്റാണ് ആശുപത്രികളിൽ സ്ഥാപിച്ചത്. ആദ്യത്തെ ഡയാലിസിസ് സെൻറ്റർ മോദി ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ ബ്ലഡ് ബാങ്ക്, ആദ്യത്തെ പാസ്പോർട്ട് ഓഫീസ്, ഇതൊക്കെ മോദി സർക്കാരാണ് കൊണ്ടുവന്നത്. ചിന്തിക്കൂ, ഒരു ബ്ലഡ് ബാങ്ക് പോലും സ്ഥാപിച്ചില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അതിനവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതാണ് വസ്തുത. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ PMJVK എന്ന പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം എന്ന പദ്ധതി പ്രകാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ വികസനങ്ങളുടെ ഉൾപ്പെടെ മുൻപ് ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കാണാം. മറ്റെല്ലാ MPമാരും പറയുന്നത് പോലെ ജലജീവൻ, ആയുഷ്മാൻ ഭാരത്, കിസാൻ സമ്മാൻ നിധി, റോഡ് വികസനം എന്നിവയുടെ ലിസ്റ്റും MP ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങളുമാണ് രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ ചെയ്തുവെന്ന് അവകാശപ്പെടുന്നത്. ഇന്ന് മോദി രാജ്യം ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ തരുന്ന പണം ഉപയോഗിച്ച് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. അതുപോലും സമയമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് മലയാളി മനസ്സിലാക്കേണ്ട വസ്തുത. വയനാട്ടിലാകെ ജലജീവൻ മിഷൻ പ്രകാരം പൈപ്പുകളിൽ വെള്ളം ലഭിച്ചത് 1,43,778 വീടുകളിലാണ്. 44 ജനൌഷധി കേന്ദ്രങ്ങളാണ് കുറഞ്ഞ നിരക്കിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി വയനാട് മണ്ഡലത്തിൽ മാത്രം സ്ഥാപിച്ചത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം 3,18,196 പേരാണ് വർഷം 6,000 രൂപ വീതം സഹായമായി ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങുന്നത്. നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരം
23,430 ടോയ്ലറ്റാണ് 2014 മുതൽ 2023 വരെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം 11,726 കണക്ഷനുകളാണ് വയനാട് മണ്ഡലത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചത്. പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും സൗജന്യമായി വൈദ്യുതി നൽകിയതും നരേന്ദ്രമോദി സർക്കാർ തന്നെ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയുടെ ഭാഗമായി കോവിഡ് കാലമായ 2020 ഏപ്രിൽ മുതൽ 16,13,644 പേർക്കാണ് മാസം 5 കിലോ അരിയും ഓരോ കിലോ പയറും സൗജന്യമായി ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 24,139 വീടുകളും നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരം 192 കിലോമീറ്റർ റോഡുകളാണ് ഗ്രാമീണ മേഖലയിൽ നിർമ്മിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് യോജന എന്ന സൗജന്യ ചികിത്സാ പദ്ധതി പ്രകാരം 8,47,820 ആളുകൾക്ക് വയനാട് മണ്ഡലത്തിൽ പ്രയോജനപ്പെട്ടു. പ്രധാനമന്ത്രി സ്വനിധി യോജന എന്ന തെരുവ് കച്ചവടക്കാർക്ക് ഈടില്ലാതെ 1 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിക്ക് വയനാട് മണ്ഡലത്തിൽ അർഹരായത് 3,398 പേരാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വഴി 20,592 പേർക്കാണ് സൗജന്യ തൊഴിൽ പരിശീലനം ലഭിക്കുകയും സ്റ്റൈഫൻഡ് വാങ്ങുകയും ചെയ്തത്. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം വയനാട് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഈ പ്രത്യേക ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതി പ്രകാരം കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള വിവിധ സുരക്ഷാ സ്കീമുകൾ, അടൽ പെൻഷൻ യോജന പോലെയുള്ള പദ്ധതികൾ, ഇത്തരം ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന പദ്ധതികളിൽ ആകെ അംഗമായിട്ടുള്ളത് വയനാട് മണ്ഡലത്തിൽ 6,06,731 പേരാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇത്രയും പദ്ധതികൾ നേരിട്ട് ലഭിക്കുന്നതിന് ഒരു MPയുടെയും ഇടനില ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് രാഹുൽ ഗാന്ധി എന്നല്ല, ആര് MP ആയാലും ഈ പദ്ധതി ഇവിടെ ഇത്രയും പേർക്ക് ലഭിച്ചിരിക്കും. ഇതിൽ കൂടുതൽ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതാണ് ഒരു MP ചെയ്യേണ്ടത്. ഇനി രാഹുൽ പ്രത്യേകമായി ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ യുവരാജാവും ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി എന്ന നിലയിൽ കോവിഡ് കാലത്ത് ആരൊക്കെയോ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താൻ കൊടുത്ത കുറേ മാസ്കും ഗ്ലൗസും ഭക്ഷണ സാധനങ്ങളും വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തം MP ഫണ്ട് കൂടാതെ കോൺഗ്രസിൻ്റെ യുവരാജാവായതുകൊണ്ട് മറ്റ് 2 രാജ്യസഭാ MPമാരുടെ കൂടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് ആശുപത്രിയിൽ കോവിഡ് കാലത്ത് ചില ഉപകരണങ്ങൾ വാങ്ങി നൽകിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അത് ശരിയായിരിക്കാം, ചെയ്തിട്ടുണ്ടാവാം. പറഞ്ഞു വന്നത്, തീരുമാനം നിങ്ങളുടേതാണ് വയനാട് നിവാസികളെ. ഒപ്പം ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിക്കെതിരെ മത്സരിച്ച് ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കിട്ടിയ അവസരം ഗണപതി വട്ടത്തിന് പിന്നാലെ നടന്ന് സമയം കളഞ്ഞു കുളിക്കാതെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രമിച്ചാൽ തൃശ്ശൂരും തിരുവനന്തപുരവുമെങ്കിലും ജയിക്കാൻ കഴിയും.